ആഗോള വെല്ലുവിളികൾക്ക് ഈ ദിവസം നമുക്ക് ഒന്നിക്കാം. ലഹരിമുക്ത ലോകത്തിനായി. ഏവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി ഉപയോഗം വരുത്തിവെക്കുന്ന വിനാശകരമായ പ്രത്യാഘാതങ്ങൾ മാനസികാരോഗ്യ വിദഗ്ധർ എന്ന നിലയിൽ ദിനം പ്രതി കണ്ടുവരികയാണ്. മാനസികാരോഗ്യത്തെക്കുറിച്ചും ലഹരി കൊണ്ടുണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മളോട് ഇന്ന് സംവദിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ റഹ്മത്തുള്ളയാണ്. ഡോക്ടർ, നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ലഹരിക്ക് അടിമപ്പെട്ട ഒരാളെ കാണുമ്പോൾ ആദ്യം തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്ക് എന്താ നിർത്തിക്കൂടെ, ഇവരുടെ ഇച്ഛാശക്തിയുടെ പ്രശ്നമല്ലേ അവർക്ക് ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇച്ഛാശക്തിയുടെ പ്രശ്നമാണോ ഈ ലഹരിക്ക് അടിമപ്പെടുന്നത്? ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അടിമപ്പെട്ട ഒരാൾക്ക് അതിൽ നിന്ന് കരകയറാൻ സാധിക്കും? സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇച്ഛാശക്തിയുടെ. ഡോക്ടർ പറഞ്ഞ കാര്യം, തുടക്കക്കാരൻ, അതായത് ലഹരിയിലേക്ക് തുടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തുടങ്ങണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു അഡിക്ഷൻ എന്നുള്ള രീതിയിൽ, അതായത് തുടങ്ങിക്കഴിഞ്ഞ ഒരാള്, അഡിക്റ്റ് ആയ ഒരാൾക്ക് ഇച്ഛാശക്തിക്ക് അവിടെ പ്രാധാന്യമില്ല. കാരണം അഡിക്റ്റ് ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ തലച്ചോറിലുള്ള തകരാറ് മൂലമാണ് അതിൽ നിന്ന് ഒഴിവാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നത്. അത് തീർച്ചയായും ഒരു രോഗാവസ്ഥയാണ്. അതിന് ചികിത്സ തന്നെയാണ് ആവശ്യം. ഇത്തരത്തിലുള്ള ഉപയോഗം ആ വ്യക്തിയുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെ ആക്രമിക്കുകയും ഇത്തരം വസ്തുക്കളില്ലാതെ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന തെറ്റിദ്ധാരണ ഉളവാക്കുകയും ചെയ്യുന്നു. ആയതിനാലാണ് അതൊരു രോഗാവസ്ഥ എന്നും അതിന് വൈദ്യ ചികിത്സ അത്യാവശ്യമാണെന്നും പറയുന്നത്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ പലപ്പോഴും ഈ പുതിയ പുതിയ ലഹരി വസ്തുക്കളൊക്കെ കാണുന്ന സമയത്ത് അതിനെ നല്ല ഇൻട്രസ്റ്റോടെ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്, അതിനെപ്പറ്റി ഉത്കണ്ഠ നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷെ ആ ഉത്കണ്ഠ നമ്മൾ പലപ്പോഴും മദ്യവും അല്ലെങ്കിൽ പുകയിലും ഉപയോഗിക്കുന്നവരോട് കാണിക്കാറില്ല. അത് നമ്മൾ നോർമലൈസ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ സോഷ്യൽ ഡ്രിങ്കിങ് ആയിട്ട് നടക്കാറുണ്ട്. ചിലവർ പ്രസ്റ്റീജിന്റെ ഭാഗമായിട്ട് മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ട്, പുകവലിക്കുന്ന ആൾക്കാരുണ്ട്. പുകയില എന്ന് പറയുന്നത് വയസ്സായ ആൾക്കാരൊക്കെ എപ്പോഴും ചവയ്ക്കാനും മുറുക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ വളരെ നോർമലൈസ് ചെയ്തിരിക്കുകയാണ് നമ്മള്. അതിനെപ്പറ്റി ഡോക്ടറിന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായും പുകയില, മദ്യം മുതലായവ സമൂഹത്തിൽ സുലഭമാണ്. സുലഭം എന്ന് വെച്ചാൽ കല്യാണ പരിപാടികളായാലും ഒരു ക്യാമ്പസിലായാലും ലഭ്യമാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗേറ്റ് വേ ഡ്രഗ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാര്യം എന്ന് വെച്ചാൽ തുടക്കക്കാർ ഉപയോഗിക്കുന്ന ഇത്തരം ലഹരി പദാർത്ഥങ്ങളിലൂടെ പിന്നീട് അവർ സിന്തറ്റിക് ഡ്രഗ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മാരകമായ ഒരു അഡിക്ഷനിലേക്കാണ് എത്താൻ സാധ്യതയുള്ളത്. ഡോക്ടർ, അതുപോലെ സിന്തറ്റിക് ഡ്രഗിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ MDMA, മെത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഈ MDMA മെത്തും എന്തുകൊണ്ടാണ് മറ്റ് ഡ്രഗുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? അത് എന്തുകൊണ്ടാണ് കൂടുതൽ മാരകമായിട്ട് നമ്മൾ പറയപ്പെടുന്നത്? MDMA, മെത്ത് ഇതൊക്കെ കൃത്രിമമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളാണ്. തീർത്തും ലാബുകളിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ. ഇത്തരം പദാർത്ഥങ്ങളുടെ ഉപയോഗം തലച്ചോറിലെ സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറയുന്ന കെമിക്കൽസിനെ അത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഉപയോഗത്തിലൂടെ തന്നെ സെറോട്ടോണിന്റെയും ഡോപ്പമിന്റെയും അളവ് കുത്തനെ വർദ്ധിക്കുകയും എന്നാൽ ഒരു പീരീഡിന് ശേഷം നേരെ റിവേഴ്സായി താഴോട്ട് പതിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികളുടെ സ്വഭാവത്തിൽ അനിയന്ത്രിതമായിട്ടുള്ള മാറ്റങ്ങൾ, ഭാവവ്യതിയാനങ്ങളാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഓക്കെ ഡോക്ടർ. മാത്രമല്ല ചില അവസ്ഥകളിൽ, മിക്ക അവസ്ഥകളിലും ഇത്തരം ഡ്രഗുകളുടെ ഉപയോഗം, നേരത്തെ ഞാൻ പറഞ്ഞു, കുത്തനെ ഉയർന്നു ഗ്രാഫ് നേരെ താഴേക്ക് പതിക്കുന്നതാണ്. ആ ഒരു സമയത്ത് മിക്ക ആൾക്കാരും വിഷാദത്തിന് അടിമപ്പെടും. ചിലവർ പാരനോയ എന്ന് പറയുന്ന മറ്റു കണ്ടീഷൻ, അതും അല്ലെങ്കിൽ മെന്റൽ ഡിസ്ട്രസ് അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി എന്ന് പറയുന്ന ഒരവസ്ഥകളിലേക്കും എത്തിപ്പെടാറുണ്ട്. സാധാരണ വിപണിയിൽ കണ്ടുവരുന്ന ഇത്തരം കെമിക്കൽസിൽ നമ്മുടെ എലിവിഷം മുതൽ സിവിയർ ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് വരെ അടങ്ങിയിട്ടുള്ളതായിട്ട് കാണപ്പെടാറുണ്ട്.
ഡോക്ടർ, അതുപോലെ MDMA കുറിച്ച് നമ്മൾ പറഞ്ഞു, മദ്യത്തെ കുറിച്ച് പറഞ്ഞു, പുകയിലെ കുറിച്ച് പറഞ്ഞു, അതുപോലെ കഞ്ചാവും ഒരു മാരകമായിട്ടുള്ള ഒരു ലഹരി വസ്തു തന്നെയല്ലേ? പക്ഷെ പലപ്പോഴും അത് പ്രകൃതിദത്തം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ന്യായീകരിക്കുന്ന അതിനെ കാണാറുണ്ട്. അതിനെപ്പറ്റി ഡോക്ടറിന്റെ അഭിപ്രായം എന്താണ്? ശരിയാണ്, കഞ്ചാവ് പ്രകൃതിദത്തമാണ്, നാച്ചുറലി അവൈലബിൾ ആണ്. പക്ഷെ നമ്മളുടെ മാർക്കറ്റിൽ കിട്ടുന്ന കഞ്ചാവ് അല്ലെങ്കിൽ കഞ്ചാവിന്റെ വെറൈറ്റികൾ എന്ന് പറയുമ്പോൾ അതിൽ THC കണ്ടന്റ് വളരെ കൂടുതലാണ്. നേരത്തെ MDMA കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത്തരം കഞ്ചാവുകൾ ഉപയോഗിക്കുന്നതിലൂടെ സ്കിസോഫ്രീനിയ പോലുള്ള മാരകമായിട്ടുള്ള, ചികിത്സിച്ചാൽ ഭേദമാവാൻ ബുദ്ധിമുട്ടുള്ള പല മാനസിക രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ പരിണിതഫലം എന്ന് പറയാം, ഇത്തരം കഞ്ചാവുകൾ ഉപയോഗിച്ചതിന് പരിണിതഫലമായിട്ട് മാനസിക രോഗങ്ങൾ കാണപ്പെടാറുണ്ട്. ഇത്തരം കേസുകൾ OP-കളിൽ വന്ന് കാണപ്പെടുന്നുണ്ട്. അതുപോലെ കുട്ടികളിലൊക്കെ ഇൻഹലൻസിന്റെ ഒക്കെ ഉപയോഗം വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നില്ല ഇപ്പോൾ. അതുപോലെ പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സ് തന്നെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ പലരും വാങ്ങി കഴിച്ച് അതിനെ കൊണ്ട് പിന്നെ അഡിക്ഷൻ ഉണ്ടാവുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടുവരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഡോക്ടറിന്? ശരിയാണ്, ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുള്ള അന്യദേശ തൊഴിലാളികൾ അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലഹരി പദാർത്ഥമുണ്ട്. കോമൺ ആണ്, നമ്മളുടെ ഗമ്പ് പോലുള്ള, ഗ്ലൂ പോലുള്ള പദാർത്ഥങ്ങൾ അതിൻ്റെ കൂടെ മറ്റു രാസപദാർത്ഥങ്ങളൊക്കെ ചേർന്ന് അതിന്റെ മണം ആസ്വദിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അന്യദേശ തൊഴിലാളികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ ഇടയിലുള്ള കുട്ടികൾ തന്നെയാണ് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ചില സ്കൂളുകളിൽ നിന്ന് റിപ്പോർട്ട്സ് കിട്ടിയിട്ടുണ്ട്, ഇത്തരം ഗ്ലൂ പോലുള്ള പദാർത്ഥങ്ങളൊക്കെ എടുത്ത് പല പ്രശ്നങ്ങളും വന്നതായിട്ടും OP-കളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പത്രമാധ്യമങ്ങളിലും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം, ഇത്തരം രാസഗന്ധങ്ങൾ മണക്കുന്നതിലൂടെ വ്യതിയാനങ്ങൾ വരുന്നത് നമ്മുടെ തലച്ചോറിൽ തന്നെയാണ്. തലച്ചോറാണ് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന സ്ഥിരാകേന്ദ്രം എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ തലച്ചോറിൽ വരുന്ന വ്യതിയാനങ്ങൾ നമ്മളുടെ എന്താ പറയുക, സ്വഭാവത്തെയും നമ്മുടെ ഭാവത്തെയും എല്ലാം മാറ്റം വരുത്തുന്നു. അതിലൂടെ ഒരു വ്യക്തിയല്ലാതായി തീരാൻ സാധ്യതയുണ്ട്. ഡോക്ടറിന്റെ പ്രാക്ടീസിലും അത്തരം രോഗികളെ ഡോക്ടർ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അത്തരം ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഡോക്ടറിന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയല്ല, കുട്ടിയെ കൊണ്ടുവന്നിരുന്നു. അതായത് സ്കൂളിനകത്തുള്ള ഒരു ക്യാൻറ്റീനിൽ നിന്ന്, നമുക്കറിയാം സ്കൂളിൽ ഗ്ലൂ ഒക്കെ വെക്കുന്ന സാധാരണമാണ്, പക്ഷേ ഒരു ദിവസം രാത്രി ആരും അറിയാത്ത രീതിയിൽ CCTV പോലും മറച്ചുകൊണ്ട് ഇത്തരം ഗ്ലൂ എടുത്ത് അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംതിങ് ഒക്കെ ആഡ് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് ആ ക്യാമ്പസിനകത്ത്, സ്കൂളിൻ കോമ്പൗണ്ടിനകത്ത് പല വേണ്ടാത്ത കാര്യങ്ങളും ചെയ്തതായിട്ട് മറ്റു CCTV-കളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു അനുഭവം, നമുക്കറിയാം മോർഫിൻ പോലുള്ള വേദന സംഹാരികൾ പലപ്പോഴും ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കുന്നതാണ്. വേറൊന്നുമല്ല, ആ ഒരു സ്റ്റേജിൽ വേദനയെ കടിച്ചമർത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യന്റ് ക്യാൻസർ ചികിത്സ കഴിഞ്ഞു റിക്കവർ ആയിട്ട് പോലും പുള്ളിക്കാരന് ഈ ഒരു മോർഫിനോടുള്ള ആസക്തി നിർത്താൻ പറ്റുന്നില്ല. അത് കണ്ടിന്യൂസ് ഉപയോഗിച്ച് അതോട് ഒരു അഡിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് മാറിയ ഒരവസ്ഥയും കാണപ്പെടാറുണ്ട്. ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്, ഇങ്ങനെ പല കേസുകളും OP-കളിൽ വന്ന് കാണാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ല ഭീതി ഉളവാക്കുന്ന കാര്യങ്ങളാണല്ലേ ഡോക്ടറെ? ചെറിയ കുട്ടികൾ പോലും ഈ പലതരത്തിലുള്ള ലഹരികൾക്ക് അടിമകളാണെന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമൂഹത്തിലും കുടുംബത്തിലും ഇതെന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗത്തിലൂടെ എത്ര വലിയ ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും ലഹരി ഉപയോഗിക്കുന്നതിലൂടെ ആ വ്യക്തിയെ മാത്രമല്ല, ആ കുടുംബത്തെ മാത്രമല്ല, ആ സമൂഹത്തെ മൊത്തത്തിലാണ് ഇത് ബാധിക്കുന്നത്. നമുക്കറിയാം, സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്തായാലും ഇനി സിനിമ തിയേറ്ററിൽ പോയാലും റെയിൽവേ സ്റ്റേഷനിൽ പോയാലൊക്കെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനൗൺസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രത്തോളം സാക്ഷരത നേടിയ കേരളത്തിൽ പോലും ഇതിനെതിരെ ആൾക്കാർ നീങ്ങുന്നില്ല. എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതിൽ സുലഭമായി കിട്ടുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, നമുക്കറിയാം പുകയിലയുടെ ഉപയോഗം ഒരു മെഡിക്കലി നോക്കുകയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, COPD പോലുള്ള അസുഖങ്ങളിലേക്ക് എത്തും. മാത്രമല്ല, രക്തക്കുഴലുകളുടെ സങ്കോചം കാരണം ആംപ്യൂട്ടേഷൻ, കാലുകൾ മുറിക്കുന്ന ഒരവസ്ഥ പോലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്.
ഇനി മദ്യത്തിന്റെ കാര്യമാണെങ്കിൽ ലിവർ സിറോസിസ്, ലിവർ CA പോലുള്ള, അസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസും നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്നത് തന്നെയാണ്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ പറഞ്ഞു നമ്മളുടെ MDMA പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാൽ ആ ഒരു സമയത്ത് ശരിക്കും ശരീരത്തിൽ സംഭവിക്കുന്നത്, ശരീരത്തിന്റെ താപനില പെട്ടെന്ന് കുത്തനെ പൊങ്ങുകയാണ്. ആ ഒരു പീക്കിൽ എത്തുമ്പോൾ നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ളതായാലും കിഡ്നി സംബന്ധമായിട്ടുള്ളതായാലും ഡാമേജ് വരുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. യുവാക്കൾ തന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് മരിക്കുന്നു. എല്ലാ കണ്ടീഷനും അല്ല, എന്നാൽ ഇത്തരം ഉപയോഗത്തിലൂടെ സംഭവിക്കാൻ ഉള്ള ഒരു സാധ്യത, പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്ക് ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഉണ്ടാവുന്നത്. മാത്രമല്ല നമ്മൾ TV-യിലൊക്കെ കാണുന്നതാണ്, അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്നതാണ്, ഇഞ്ചക്ട് ചെയ്യുക, സിറിഞ്ച് വെച്ചിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അതിലൂടെ HIV, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു കയറുന്ന ഒരു കണ്ടീഷനാണ് ഇത്തരം സിറിഞ്ചുകളുടെ ഉപയോഗം. പിന്നെ എടുത്തു പറയേണ്ട സ്വഭാവ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കേട്ട് വരുന്നുണ്ട്, കണ്ടുവരുന്നുണ്ട്, അറിഞ്ഞു വരുന്നുണ്ട്. അതായത് ലഹരി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥ. ലഹരി വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ വീട്ടുകാരെ, സ്വന്തം അച്ഛനമ്മയെ പോലും ഹനിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ. കുറച്ചു കാലം മുമ്പ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്നൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാണെന്ന് എന്നൊരു രീതിയല്ല, അവരെ ഹനിക്കുക, സ്വന്തം കാര്യം നടത്തുക. ഇത്തരത്തിൽ അവരുടെ മനസ്സിന്റെ നിയന്ത്രണം പാടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ ഇടയിൽ സംജാതമായിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഫാമിലി കൗൺസിലിംഗ് അല്ലെങ്കിൽ കുടുംബ കോടതികളിലും മറ്റും ഒരുപാട് ഡൈവേഴ്സ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, അതിന്റെ കാരണം പറയുന്നത് ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ ഉപയോഗമാണ്. അത് മുൻകാലങ്ങളിൽ മദ്യമാണെങ്കിൽ ഇപ്പൊ കണ്ടുവരുന്നത് MDMA, മറ്റു രാസവസ്തുക്കൾ തന്നെയാണ്. ഇത്തരം വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സ്വന്തം പാർട്ട്ണറുടെ ജീവിതം ഹനിക്കുക, അല്ലെങ്കിൽ അവരെ വകവെക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലൊക്കെ പോകുമ്പോഴാണ് പല ഡൈവേഴ്സ് കേസുകളും, ഗാർഹിക പീഡനം പോലുള്ള അവസ്ഥകൾ അതൊക്കെ സംജാതമാവുന്നത് ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ ഏത് അമ്മമാർക്കാണെങ്കിലും വീട്ടിലെ ഏതൊരു ആൾക്കാണെങ്കിലും ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമാണ്, ഈ മക്കളൊക്കെ എങ്ങനെയാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളത്. പലപ്പോഴും നമ്മൾക്കറിയില്ല നമ്മുടെ വീട്ടിലെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. പല അമ്മമാരും അവസാന ഘട്ടത്തില് ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഭീതി ഉണ്ടാക്കുന്ന ഈ അവസ്ഥയിലൊക്കെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്റെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോ ഡോക്ടറിന് എന്താണ് പറയാനുള്ളത് ഇതിനെപ്പറ്റി? തീർച്ചയായും ഇവിടെ നമ്മൾ ഗൗരവമായി കണക്കാക്കേണ്ട ഒരു കാര്യം, അഡോളസെന്റ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു കുട്ടി, ആ കുട്ടിയും ആ കുട്ടിയുടെ രക്ഷിതാക്കൾ, പാരന്റ്സും തമ്മിലുള്ള ബന്ധമാണ്. നമുക്കറിയാം ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയൊരു അകൽച്ച കാണപ്പെടാറുണ്ട്. അത് നോർമലായിട്ട് കാണുന്ന കാര്യമാണ്. കുട്ടികൾക്ക് കൂടുതൽ കംഫർട്ട് സോൺ അവരുടെ പിയർ ഗ്രൂപ്പ്സ് ആണ്. അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ആ ഒരു ഗ്യാപ്പിൽ നമ്മളുടെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രദ്ധ കൺട്രോൾ ചെയ്യുന്നതല്ല, അവരെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. മാത്രമല്ല അവരിൽ കാണുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ, പഠനത്തിൽ പിന്നോട്ട് പോവുക, പെട്ടെന്നുള്ള നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം, ഉറക്കത്തിലുള്ള വ്യതിയാനങ്ങൾ, പകല് കിടന്നുറങ്ങുക, രാത്രി ഉറക്കമൊഴിച്ചിരിക്കുക, അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള ഉത്സാഹക്കുറവ്, പുറത്തു പോകാനും കളിക്കാനൊക്കെ വിമുഖത കാണിക്കുക, ഉൾവലിഞ്ഞിരിക്കുക, അതുപോലെ എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിനെ തന്നെ വളരെ ഭീമമായി പ്രതികരിക്കുക. ഇങ്ങനെയുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ കാണുമ്പോൾ പൂർണ്ണമായും ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി ഇത്തരം സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മുദ്ര കുത്താൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരെ ശ്രദ്ധിക്കുക, ഇതിനുള്ള അവസരമുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുക. അവരെ ഒരിക്കലും കുറ്റവാളികളെ പോലെ മാറ്റി നിർത്തരുത്, ചേർത്ത് നിർത്തി ഉറപ്പാക്കിയാൽ മാത്രമേ നമുക്ക് അതിലൊരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഡോക്ടർ, പിന്നെ എല്ലാവർക്കും ഉള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ലഹരി കാരണമാണോ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്, അഥവാ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണോ ലഹരി ഉപയോഗം കൂടുന്നത് എന്നുള്ളത്. അതിലൊരു ധാരണ ഉണ്ടാക്കി തരാൻ ഡോക്ടറെ സഹായിക്കാമോ? അതെ, ഇതിനെ കോ ഒക്കറിംഗ് ഡിസോർഡർ എന്ന് പറയും. അതായത് ഒന്നുണ്ടെങ്കിൽ മറ്റേതുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മദ്യപാനം കഴിക്കുന്ന ഒരാളാണ് ദീർഘകാലമായിട്ട് ഉയർന്ന ഡോസിൽ പല തവണകളായി കഴിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സ്വഭാവത്തിന് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാവും.
ദേഷ്യം ഉണ്ടാവും, ഉറക്ക പ്രശ്നം ഉണ്ടാവും, ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ ലിവർ സിറോസിസ് ഒക്കെ ഉണ്ട്. എന്നാലും ഗൗനിക്കാതെ വീണ്ടും മദ്യം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ അതൊരു ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. മാത്രമല്ല ആ ഒരു സമയത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ്, അതായത് ഭ്രാന്തിന്റെ ഒരു അവസ്ഥ തന്നെ, ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക, മറ്റുള്ളവരൊക്കെ എനിക്കെതിരെ എന്നെ ആക്രമിക്കാൻ വരിക, ഒരു ഭീതിയോടെ മറ്റുള്ളവരെ കാണുക, ഉറക്കമില്ലാത്ത അവസ്ഥ, എന്താ പറയുക, സ്വന്തം സ്വഭാവത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഈ ഒരു മദ്യപാനിയിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൽ മാത്രമല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ലേറ്റർ ഓൺ സ്കിസോഫ്രീനിയ പോലുള്ള കണ്ടീഷൻ ഉണ്ടാവും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞൊരു മദ്യപാനിയിൽ കാണുന്ന ലക്ഷണമാണെങ്കിൽ ചില അവസ്ഥകളുണ്ട്. ചില കൂട്ടുകാർ കുറച്ച് ഭീതിയുള്ള ആൾക്കാരായിരിക്കും. ഇപ്പം സ്റ്റേജിൽ കയറാൻ ഭീതിയാണ്, അല്ലെങ്കിൽ ആൾക്കാരായിട്ട് ഇടപെടുകാൻ പേടിയാണ്, അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമുക്കറിയാം, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, അവോയ്ഡന്റ് പേഴ്സണാലിറ്റി, വ്യക്തിത്വ വികാസത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതുമാത്രമല്ല, ഭയങ്കര ഉത്കണ്ഠയുള്ള ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞ ഓഫീസിൽ പോകുമ്പോ ജോലി ചെയ്യാൻ പേടിയാണ്, കുഴപ്പമില്ലടാ നീ ഒരു പെഗ് കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കോ ഒക്കറിങ് ഡിസീസസ്. അപ്പൊ ഇവിടെയും എന്താ, മനോബലം കുറഞ്ഞ ആൾക്കാർ ഓട്ടോമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ സാധ്യതയുണ്ട്, ഈ ഒരു ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം രണ്ടു തരത്തിൽ ഒന്നുണ്ടെങ്കിൽ മറ്റതാവാൻ സാധ്യത ഏറെയുള്ള ഒരു കണ്ടീഷനാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, കോ ഒക്കറിങ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ. അതുപോലെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വീണ്ടും ലഹരി ഉപയോഗത്തിലേക്ക് തിരിച്ചു പോകുന്ന കുറെ ആൾക്കാരെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതെപ്പോഴും ചികിത്സയുടെ പരാജയമായിട്ടാണോ നമ്മൾ കാണേണ്ടത്, അതോ വേറെ എന്തെങ്കിലും ഡോക്ടർ ഇതിനെ പറ്റി പറയാനുണ്ടോ? നമുക്ക് സാധാരണ കേട്ടുവരുന്ന ഒരു അസുഖമാണ് പ്രമേഹം, ഡയബറ്റീസ്. നമുക്കറിയാം, നമ്മളത് ഇപ്പൊ സപ്പോസ് ഞാനൊരു പേഷ്യന്റ് ആണെങ്കിൽ ഞാൻ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. അതൊരിക്കലും മരുന്നിന്റെ ഡിഫക്റ്റോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഡിഫക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഇത്തരത്തിൽ വരുന്ന കണ്ടീഷനാണ് റിലാപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടു ചെന്നിട്ട് അവിടെ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ചിലപ്പോൾ 21 ദിവസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആള് ലഹരി പദാർത്ഥം ഒന്നും ഉപയോഗിക്കുന്നില്ല, എന്നാൽ പോലും വീണ്ടും ഉപയോഗിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അതൊരിക്കലും കഴിഞ്ഞ ട്രീറ്റ്മെന്റിന്റെ മോശം അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല. നമുക്കറിയാം, സാഹചര്യം മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില അവസ്ഥകളിൽ ട്രീറ്റ്മെന്റിനും മാറ്റം വരുത്തേണ്ടതുണ്ട്. ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മെഡിസിൻ മാത്രമല്ല ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിലുള്ളത്, സൈക്കോളജിക്കൽ ആസ്പെക്ട് അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആൽക്കഹോൾ അനോണിമസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവർക്ക് വേണ്ടി മാത്രമുള്ള, ആൽക്കഹോളിനെ പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമുള്ള സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് ഒക്കെ ഇന്ന് നിലവിൽ അവൈലബിൾ ആണ്. അപ്പം തീർച്ചയായും മരുന്ന് മാത്രമല്ല, മരുന്നിന്റെ കൂടെ എന്താ പറയുക, സാന്ത്വന ചികിത്സ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റും കൂടി നമ്മൾക്ക് കൊടുക്കാനുണ്ട്. അപ്പം ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചില അവസരങ്ങളിൽ അവർക്ക് സോഷ്യൽ സപ്പോർട്ട് കിട്ടില്ല. സമൂഹത്തിന്റെ സപ്പോർട്ട് ശരിക്കും ഇത്തരം രോഗികൾക്ക് അനിവാര്യമാണ്. അതിന്റെ സപ്പോർട്ട് ഇല്ലാതായിപ്പോയാൽ തീർച്ചയായും അടുത്ത നിമിഷത്തിൽ അവര് വീണ്ടും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പ്രവണത കാണിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ മരുന്ന് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടൂൾസ് മാറ്റേണ്ടി വരും. ആ രീതിയിൽ മാനേജ് ചെയ്ത് പോയാൽ റിലാപ്സിനെ നമുക്ക് തടയാൻ പറ്റും. അവസാനമായി ഞാൻ ഡോക്ടറോട് ചോദിച്ചോട്ടെ, ഡോക്ടറിന് ഈ ദിവസം സമൂഹത്തിന് നൽകാനുള്ള സന്ദേശം എന്താണ്? സന്ദേശം എന്ന് കണക്കാക്കണം ഇല്ല. കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു, ഇത്തരം രോഗാവസ്ഥ, അതായത് അഡിക്ഷൻ എന്ന രോഗാവസ്ഥയ്ക്ക് സമൂഹം കൂടി കാരണമാണ്. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം രോഗികളെ മാറ്റി നിർത്താതെ അവരെയും കൂടി കൺസിഡർ ചെയ്ത് കൂടെ നിർത്തി ട്രീറ്റ്മെന്റിലേക്ക് പോയാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു മോചനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം രോഗികളെ അവഗണിക്കാതെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാനും, നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനും ഇത്തരം ട്രീറ്റ്മെന്റ് സെന്ററിൽ എത്തിക്കാനും പറ്റിയാൽ തന്നെ നമ്മുടെ സമൂഹത്തിന് ഒരു പരിധി വരെ രക്ഷപ്പെടുത്താൻ പറ്റും. ഒരാൾ നേരായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി ശരിയായാൽ ആ വ്യക്തിയുടെ കൂടെ കഴിക്കുന്ന ആൾക്കാരും ചിന്തിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ തയ്യാറാവും.
അങ്ങനെ ഒരാളിൽ നിന്ന് ഒരു സമൂഹത്തെ തന്നെ മാറ്റാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്കളുടെ വിലയേറിയ സമയം നമ്മളോട് പങ്കുവച്ചതിനും സമൂഹത്തിലെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ നമ്മളെ എല്ലാവരെയും സഹായിച്ചതിനും ഒരുപാട് നന്ദി. നമ്മൾക്ക് പറയാനുള്ളത്, ഈ ലോക ലഹരി വിരുദ്ധ ദിനം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റാനും ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യരെ ഒരു രോഗിയായി കണ്ട് അവർക്ക് വേണ്ട പിന്തുണ നൽകാനും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് ശേഷവും പിന്നെയും ഡോക്ടർ പറഞ്ഞതുപോലെ റിലാപ്സ് ഒക്കെ വരുന്ന കേസസ് കാണാറുണ്ട്. അതായത് പിന്നെയും ലഹരിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ആ അവസ്ഥയിലും നമ്മൾ അവരെ കുറ്റപ്പെടുത്താതെ ഇവരെയൊക്കെ എത്ര തവണയാണ് നമ്മൾ അവിടെ കൊണ്ടിട്ടത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പലതവണ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നിട്ടും പിന്നെയും ശരിയാവുന്നില്ല, മദ്യപാനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്നൊക്കെ പറയുന്ന അവസ്ഥ കണ്ടുവരാറുണ്ട്. ഇത്തരം അവസ്ഥകളിൽ നമ്മൾ കൊടുക്കേണ്ടത് ശാസനയല്ല, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് അവർക്ക് വീണ്ടും ചികിത്സ ചെയ്യുകയും വേണ്ട ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുകയും ഈ അത്തരത്തിലുള്ള സുഹൃത്തുക്കളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയും ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ഓരോ മനുഷ്യന്മാരും ഈ ലഹരി വിരുദ്ധ ദിനത്തിന് വേണ്ടി ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല, എല്ലായ്പ്പോഴും ലഹരി വിരുദ്ധ ദിനം എന്നൊരു ആശയത്തിലേക്ക്, ഇന്നൊരു വിരുദ്ധ ദിനം എന്നതിലുപരി ലഹരി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ലോകത്തെ കൊണ്ടുവരാൻ വേണ്ടി നിരന്തരം പോരാടേണ്ടതാണ്, പ്രയത്നിക്കേണ്ടതാണ്. നിങ്ങൾ ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.